ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട്, അതായത് ദിവസം ഒരു 5 to 7 hours മാത്രം വർക്ക് ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് 15,000 to 20,000 വരെ സാലറി ഇടുന്ന ഒരു അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് ജോബ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കൺവിൻസിങ് സ്റ്റാർ ആയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാലോ സെയിൽസും കാര്യങ്ങളിലൊക്കെ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഈ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, അത് മാത്രം ഉണ്ടായാൽ മതി. അതായത് നിങ്ങളുടെ വേറെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും ഇവർ നോക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കൺവിൻസിങ് കപ്പാസിറ്റി മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ജോബും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 700 rupees നിങ്ങൾക്ക് ഇതിന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സാധാരണ നമ്മൾ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരിക. ഓക്കെ, പക്ഷെ ഇവര് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് 700 rupees ആദ്യം തന്നെ പേയ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആർക്കും ജോയിൻ ചെയ്യാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ജോബാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും, എങ്ങനെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അസസ്മെന്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം, ഇന്റർവ്യൂ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത് ഫിക്സഡ് ആയിട്ട് 700 rupees കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോബ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ ഫർദർ ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയറും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, സ്ക്വാഡ് സ്റ്റാക്സ് എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇന്ത്യസ് ലീഡിംഗ് ടെലികോളിംഗ് പ്ലാറ്റ്ഫോം ആണ്. പിന്നെ നമുക്കറിയാം ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സിനോടൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് റെഡ് ബസ്, മിൻട്ര, ബജാജ്, അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിന് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സാലറിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് എത്രത്തോളം പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് വൃത്തിക്ക് കാണണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു ഐഡിയ കിട്ടും ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫേസിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഫേസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് OTP വരും. ആ OTP വന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം അടിക്കുക, നമ്മുടെ ലാസ്റ്റ് നെയിം അടിക്കുക, പിന്നെ നമ്മുടെ Gmail ID എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അത് കണ്ടിന്യൂ എടുത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, അത് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ ജെൻഡർ ചോദിക്കും, അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ലാംഗ്വേജ് ഇൻ ഓർഡർ ഓഫ് യുവർ ഫ്ലുവൻസി എന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റാങ്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ മലയാളം കൊടുക്കാം. നിങ്ങൾക്ക് മലയാളത്തിൽ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയെങ്കിൽ ആദ്യം നിങ്ങൾ മലയാളം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയെങ്കിൽ ഹിന്ദി കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് ലാംഗ്വേജ് അവൈലബിൾ ആണ്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാവും നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ഫ്ലുവൻസി എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്ക് അവർ ചെക്ക് ചെയ്യും. അപ്പൊ ജെനുവിൻ ആയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് യുവർ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാ വെച്ചാൽ അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് ടെൽ us about your telecalling experience in years എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ എന്ന് കൊടുത്തിട്ടുണ്ട്, 0 to 1 years കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ഫ്രഷറിനൊന്നും കൊടുക്കേണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് നല്ല രീതിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, 0 to 1 year അല്ലെങ്കിൽ 1 to 3 year കൊടുക്കാം. അവിടെ 1 to 3 year കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കാം. ഇനി അടുത്ത് റാങ്ക് ഇൻട്രസ്റ്റ് എക്സ്പീരിയൻസ് ആസ് പെർ യുവർ എക്സ്പെർട്ടീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ഒരു കൊടുത്ത കുറെ അധികം ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതിനെ കുറിച്ചിട്ടാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളതെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയർ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇൻഷുറൻസ്, ബ്രോക്കറേജ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കുറിച്ചിട്ട് നന്നായിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഏർണിങ്സിനുള്ള പിന്നെ ജോബ് കിട്ടാനും ഉള്ള ഒരു ഇതായിട്ട് മാറും. ഓക്കെ, പിന്നെ അതേഴ്സും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ 4 ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡു യു ഹാവ് എ ലാപ്ടോപ്പ് ടു വർക്ക് ഓൺ എന്നാണ്. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ക്യാൻ യു കമ്മിറ്റ് ടു അറ്റ്ലീസ്റ്റ് 8 hours ഓഫ് വർക്ക് എവറി ഡേ. അതായത് 8 hours നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാലും അത് പാർട്ട് ടൈം ആയിട്ട് കൂട്ടുള്ളൂ. ഓക്കെ, അപ്പം അതിന് നിങ്ങൾ കമ്മിറ്റഡ് ആണോ എങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം അതിന് നിങ്ങൾ കമ്മിറ്റഡ് ആണ്, യെസ് ഐ ക്യാൻ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഹൗ മെനി ഹവേഴ്സ് ക്യാൻ യു കമ്മിറ്റ് ഡെയിലി എന്ന് കൊടുത്തിട്ടുണ്ട്. മിനിമം 8 hours നീഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് യുവർ ലൊക്കേഷൻ പ്രിഫറൻസ്. ഓക്കെ, അത് വഴി കൊടുത്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഓഫീസ് ഉണ്ട്, വർക്ക് ഫ്രം ഹോം ഉണ്ട്, ഓക്കെ വിത്ത് ബോത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം മാത്രം മതിയെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെർദർ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഫൈൽ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അസസ്മെന്റ് ടെസ്റ്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇനി അസസ്മെന്റ് ടെസ്റ്റിലേക്ക് പോകാം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഹയറിംഗ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് അസസ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളത് ഗ്രാമർ അസസ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീച്ച് അസസ്മെന്റ് ആണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഗ്രാമർ അസസ്മെന്റ് ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇവർ ഗ്രാമർ അസസ്മെന്റിൽ കാര്യങ്ങളിലൊക്കെ ചോദിക്കാന്ന്. ഓക്കെ, അപ്പം അത് നിങ്ങൾ കറക്റ്റ് വൃത്തിക്ക് കേട്ടിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് വേണം അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാൻ. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ നമ്മൾ അസസ്മെന്റിലുള്ള കാര്യങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എൻഷുർ യു ഹാവ് അറ്റ്ലീസ്റ്റ് 7 to 10 minutes ബിഫോർ യു. അതായത് നമുക്ക് 10 minutesനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ബാറ്ററി ഉണ്ടോ കാര്യം, അതായത് ഒരു ചെക്ക് ലിസ്റ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് അസസ്മെന്റിനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. ദേ ഡാഷ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പം ലാസ്റ്റ് നൈറ്റ് ആകുമ്പോൾ പാസ്റ്റ് ആണ്. അപ്പം ദേ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഗ്രാമർ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും, കാണിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഗ്രാമർ ടെസ്റ്റ് പാസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാമർ ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് പാസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ വൃത്തിക്ക് തന്നെ കൊടുക്കുക. അതിൽ നിങ്ങൾ തെറ്റിക്കാതെ തന്നെ ഓരോ കാര്യങ്ങളും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് ആണ് അടുത്തതായിട്ടുള്ള. അത് നിങ്ങളും കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ആ കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വരും. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കറക്റ്റ് ആയിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പൊ നമ്മുടെ സ്പീച്ച് അസസ്മെന്റിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ റിക്വയർഡ് സ്പേസ് കണ്ടുപിടിക്കുക. അതായത് ശബ്ദങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല സ്പോട്ടിൽ പോയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ, പിന്നെ നിങ്ങളുടെ മൈക്രോഫോൺ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺ ആൻ ആവറേജ് ഇറ്റ് ടേക്ക് 10 days ടു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് സ്കോട്ട് സ്റ്റാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 days കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇതിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങാം. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ദ ടെസ്റ്റ് ഈസ് ബെസ്റ്റ് സൈലന്റ് നോട്ടിഫിക്കേഷൻ. അതായത് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സൈലന്റ് ആക്കി വെക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് യുവർ മൈക്രോഫോൺ. അടുത്തതായിട്ട് നിങ്ങളുടെ ഫോണിന്റെ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ടെസ്റ്റ് നമുക്ക് തന്നെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെക്കോർഡിംഗ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക, കറക്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു 10 സെക്കൻഡ് നിങ്ങളൊന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് കേട്ട് നോക്കാം. കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ പറയുന്ന നോക്കാം അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ടോ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെക്കോർഡിംഗ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മൈക്രോഫോണും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് അസസ്മെന്റ് കൊടുക്കാം. സ്റ്റാർട്ട് അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട്സ് യുവർ ഫാമിലി നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസ്പോൺസ് കൊടുക്കാം. നെക്സ്റ്റ് റെസ്പോൺസ് വേർ യു ബോൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കറക്റ്റ് എല്ലാ റെസ്പോൺസ് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും പറയാം. അതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് ഞാൻ റാൻഡം ആയിട്ട് ചെയ്ത് നോക്കി, പക്ഷേ നമ്മൾ ഫെയിൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ആകെ 2 അറ്റംപ്റ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം.
കഴിഞ്ഞ അറ്റംപ്റ്റ് ഞാൻ റാൻഡം ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു പോയതായിരുന്നു. പക്ഷെ നമ്മൾ ഫെയിൽ ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനും. പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തപ്പോഴാണ് എനിക്കിവിടെ സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൽ എന്തൊക്കെയാ ചോദിക്കുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് ഓരോ പ്രൊണൗൺസിയേഷൻ സ്കില്ല് നോക്കാൻ വേണ്ടിയിട്ട് ഓരോ സെന്റൻസിലും നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മളെ കുറിച്ച് നമ്മളെ സ്കില്ലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫ്രണ്ടിനെ പറ്റി പറയാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 മിനിറ്റ്, അതായത് അവർ അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ് എന്ന് പറയുന്നത്, ആ 2 മിനിറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോൾ സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഗ്രാമർ ടെസ്റ്റും സ്പീച്ച് അസസ്മെന്റ് ടെസ്റ്റ് രണ്ടും നമ്മൾ പാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഉള്ളത് ഫോൺ ഇന്റർവ്യൂവും ഈ KYC ആണ്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഫോൺ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ഏത് സമയമാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയതെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. പിന്നെ ഈ KYC ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ ഈ KYC കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ഫോൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്പിയർ ചെയ്യും. ആ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോ ഇന്റർവ്യൂ സ്ലോട്ട് ഈസ് അവൈലബിൾ, ആൾ ഇന്റർവ്യൂ സ്ലോട്ട് ആർ കറന്റ് ബുക്ക്ഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി 2 ദിവസത്തിനുള്ളൊക്കെ സ്ലോട്ട് വരുള്ളൂ. ഇപ്പൊ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ബുക്കായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി മെയിൻ ആയിട്ട് ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ഇന്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സ്ലോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആ സ്ലോട്ട് നിങ്ങൾ ഏതാ സ്ലോട്ട് വേണ്ടി വെച്ചാൽ ബുക്ക് ചെയ്യുക. എത്ര സമയത്ത് എത്ര മണിക്കാണ് നിങ്ങൾക്ക് പറ്റാത്ത ക്ലിയർ ആയിട്ട് ആരും ഇല്ലാത്ത ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്പേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോണും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, ഫോൺ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അറിയാൻ വേണ്ടി. നിങ്ങളിപ്പോൾ സ്പീച്ച് അസസ്മെന്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഏകദേശം ആ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഫോൺ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുക. നിങ്ങളെ കുറിച്ച് ചോദിക്കും, പിന്നെ നിങ്ങൾക്കുള്ള സ്കില്ലിനെ പറ്റി ചോദിക്കുക. അതൊക്കെ നിങ്ങളെ ഫ്ലുവൻസിയും പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി, അത് നിങ്ങൾ പാസ് ആയിട്ടുണ്ടാവും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് ഈ KYC ആണ്. ഈ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഏതെങ്കിലും ഒരു കാർഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മുടെ ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെരിഫൈ ചെയ്യണം. ആ ഒരു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അത് നിങ്ങൾക്ക് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എമൗണ്ട് അവർ ഇങ്ങോട്ട് തരും. ഓക്കെ, അതായത് വെൽക്കം ബോണസ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഗൈസ്, നമ്മൾ ഈ KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അത് നിങ്ങൾക്ക് ആ ഒരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇന്റർഫേസിൽ കാര്യങ്ങളൊക്കെ അത് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അതായത് ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ ഓരോ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ബന്ധപ്പെടണം ടെലികോളിംഗ് ജോബ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് വിലയിരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അതിന് ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടും. വളരെ എളുപ്പത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരും. ആ ഇമെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പാസ്സായി പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരിക. ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഇമെയിൽ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നത്. അതായത് ആ ഒരു കോൺടാക്റ്റിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സാലറി കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഈ കോൺടാക്ട് നിങ്ങൾ സൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇമെയിലിൽ വന്ന ആ ഒരു ബോക്സ്, ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് ആ ഒരു ഈ സൈനിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും.
അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടെലികോളിംഗ് ജോബ്സിൽ നിങ്ങൾക്ക് വേണ്ട ഷെഡ്യൂളും സ്ലോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആ കോൺടാക്ട് സൈൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു ബോണസ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 700 rupees കിട്ടും. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് 700 rupees ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ കിട്ടും, അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് നല്ല രീതിക്കുള്ള ഏർണിങ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി ജോബാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് സ്ലോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 2 to 4 daysനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ സ്ലോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, അതായത് രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ മുന്നിലുള്ള ആൾക്കാർക്ക് അനുസരിച്ചായിരിക്കും ഈ സ്ലോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ഹയർമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രീലാൻസിങ് സ്കില്ലിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വരുന്ന കമന്റ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.